പടം കാണാൻ ഒരാളുണ്ടെങ്കിൽ പോലും ഷോ ഇടുന്ന PVRൽ അനൂപ് മേനോൻ്റെ ഈ തനിനിറം എന്നുള്ള സിനിമ കാണാൻ എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് മുമ്പിലിരിക്കുന്ന ആൾ ക്യാൻഡി ക്രഷ് കളിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇദ്ദേഹം ക്യാൻഡി ക്രഷ് കളിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ എനിക്ക് എന്ത് അനുഭവമായിരിക്കും തന്നിരിക്കുക? ഈ തനിനിറം എന്നുള്ള ഈ സിനിമയുടെ ഷോർട്ട് ടൈം നിങ്ങൾ ഡിസ്ട്രിക്ട് ആപ്പിലോ അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിലൊന്നും ഈ സിനിമ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഈ സിനിമ കൊച്ചിയിൽ റിലീസായപ്പോൾ കൊച്ചിയിൽ അത്യാവശ്യം മൾട്ടിപ്ലക്സുകളൊക്കെ ഉള്ളതുകൊണ്ട് റിലീസിംഗ് വീക്കിൽ ഏത് സിനിമയ്ക്കും ഒരു മിനിമം 3-4 ഷോയൊക്കെ ഉണ്ടാവും. എന്നിട്ട് പോലും ഈ തനിനിറം എന്നുള്ള ഈ സിനിമ ഉണ്ടല്ലോ, ഈ സിനിമ കാണാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും പടം കണ്ട് ഈ റിവ്യൂ നിങ്ങൾ കാണുന്നത് ഞായറാഴ്ച ആയിരിക്കാം. അപ്പോൾ ഞായറാഴ്ച ഈ സിനിമ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സിറ്റിയിൽ ഈ പടമേ ഉണ്ടാവില്ല. എന്തായാലും പടം കണ്ട സ്ഥിതിക്ക് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയാം. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ്. ഇപ്പോൾ ഈ ക്യാമ്പിംഗ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്യാമ്പ്സും പിന്നെ ഒരുപാട് റിസോർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, സ്ട്രേഞ്ചേഴ്സായിട്ട് ക്യാമ്പ് ചെയ്യാം, പരസ്പരം അറിയാത്ത ആളുകളായിട്ട് അവർ നമ്മളുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാതെ സ്ട്രേഞ്ചേഴ്സായിട്ട് തന്നെ നമ്മൾ പരിചയപ്പെടുന്നു, സ്ട്രേഞ്ചേഴ്സായിട്ട് തന്നെ പിരിഞ്ഞു പോകുന്നു, അങ്ങനത്തെ ഉള്ളൊരു ക്യാമ്പ്. ആ ക്യാമ്പിൽ നടക്കുന്ന ഒരു കൊലപാതകം, ഈ കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നായകൻ അനൂപ് മേനോൻ്റെ ആ ഒരു കഥാപാത്രം എത്തുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പിന്നെ ത്രില്ലർ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, ത്രില്ല് എന്നുള്ളൊരു കാര്യം അത് ഈ സിനിമയുടെ കാര്യത്തിൽ ആർഭാടമാണെന്ന് പറയാം. അപ്പോൾ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ സുരേഷ് കുമാറിൻ്റെ പുള്ളിയുടെ ഒരു സീനിൽ നിന്നാണ്. പുള്ളി ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കളിച്ച് കഴിഞ്ഞാൽ ഞാൻ കളി പഠിപ്പിക്കും, കാരണം മാസം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കണക്കൊക്കെ പുറത്ത് വിടും എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ഭീഷണിയൊക്കെയാണ് പുള്ളി പറയുന്നത്, പുള്ളിയുടെ കഥാപാത്രം പറയുന്നത്. എന്നിട്ട് പുള്ളി താഴേക്ക് വരുന്നു, പിന്നെ കുറച്ച് MLA കുറേ കാശ് കൊണ്ട് നോക്കുന്നു. അപ്പോൾ ഈ സുരേഷ് കുമാർ പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. അവിടെ കൂട്ടത്തിലുള്ള എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റ് അവരെക്കാളൊക്കെ മോശമായിട്ടാണ് പുള്ളി അഭിനയിക്കുന്നത്. അപ്പോൾ ഈ സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് ചില സിനിമകളുണ്ട്, പടം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-15 മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതൊരു മഹാ കൾട്ട് പടമാണ് അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൾട്ട് സിനിമയാണെന്നുള്ളത് അറിയിക്കുകയുള്ളൂ. പക്ഷേ ഈ സിനിമ ആ കാര്യത്തിൽ നമുക്കൊരു പോസിറ്റീവായിട്ടാണ് ഒരു ഫീലാണ് തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ തുടങ്ങി 5 മിനിറ്റ് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ കാണാൻ പോകുന്നത്. സോ ബി പ്രിപ്പയർഡ്, ഇതൊരു മലങ്കൾട്ട് പടമാണ്. നമുക്ക് ഈ സിനിമയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനൊന്നുമില്ല. ഇതിൽ ഇവർ സ്ക്രീനിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്യുക, ചിരിക്കുക എന്നുള്ളത് വേറെ ഒന്നുമില്ല എന്ന് ഫസ്റ്റ് 5 മിനിറ്റ് തന്നെ ഈ പടം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർ മീ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നീട് ഈ ക്യാമ്പിംഗ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഈ ക്യാമ്പ് കാണിക്കുന്നു. നോബിയാണ് അതിൻ്റെ മാനേജർ. ഒരുപാട് പേര് ഈ ക്യാമ്പിൽ ഈ സ്ട്രേഞ്ചേഴ്സ് ഇവിടെ താമസിക്കാൻ വേണ്ടി എത്തുന്നു. അപ്പോൾ ഇവരുടെ ഡയലോഗ് ഇവർ റെൻഡർ ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിലും പിന്നെ ഇവരുടെ മാനറിസം, ഇവരുടെ ബോഡി ലാംഗ്വേജ്, ഇവരൊക്കെ പെർഫോം ചെയ്യുന്ന ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് കൾട്ട് റാപ്പോടെ ഒരു പാട്ടുണ്ട് കൾട്ട് എന്നും പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇതൊരു മഹാ കൾട്ടാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് മുഖപരിചയമില്ലാത്ത ഇവരുടെയൊക്കെ ഈ അസഹനീയമായിട്ടുള്ള അഭിനയം കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും നമുക്ക് കണ്ടുപരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഒന്നുണ്ടായെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിഷാരടി വിത്ത് ലോങ് കുർത്ത പുള്ളി വരികയാണ്. ഒരു ഐറ്റം ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഈ ക്യാമ്പിൽ ഐറ്റം ഡാൻസ്, അതായത് ക്യാബറേ പോലുള്ള ഡാൻസ് നടത്തുന്ന ക്യാമ്പുണ്ടോ റിസോർട്ടുണ്ടോ എന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ സിനിമയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ യാതനയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ ഗെറ്റപ്പിൽ CBI സേതുരാമയ്യർ CBIയുടെ പോലുള്ള ഒരു BGM ഒക്കെ ഇട്ട് നമ്മുടെ അനൂപ് മേനോൻ അദ്ദേഹം സ്ക്രീനിലേക്ക് വരുന്നത്. ഈ അനൂപ് മേനോൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരന് ഇഞ്ചിയിട്ട ചായ വേണം. പിന്നെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരോട് അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണോ അല്ലെങ്കിൽ നെയ്ച്ചോറാണോ ഇഷ്ടം എന്നൊക്കെയുള്ള വളരെ കൂൾ ആറ്റിറ്റ്യൂഡുള്ള ഒരു ആളെയാണ് ഞാൻ കാണുന്നത്. വളരെ കറക്റ്റായിട്ടുള്ള ആളാണ് പുള്ളി. കൈക്കൂലി മേടിക്കുന്നുണ്ട് പുള്ളി. ഭയങ്കര ഫോറൻസിക്കിനെയൊക്കെ എങ്ങനെയാണ് പണിയെടുക്കേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. പിന്നെ ഇവരുടെ പോലീസ് ടീം ഇവരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അനൂപ് മേനോൻ പറയുന്നു ഇതൊരു കൊലപാതകമാണ്. അപ്പോൾ കൂടെ ഒരു ലേഡി പോലീസ് പറയുന്നു അല്ല സാർ ഇതൊരു ആത്മഹത്യയാണ്. അപ്പോൾ പുള്ളി ടിപ്പിക്കൽ തിരുവനന്തപുരം സ്ലാങ്ങിലൊക്കെ ചോദിക്കുന്നുണ്ട് വൈ എന്നൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഉത്തരം പറയുന്നത് അല്ല എനിക്ക് അങ്ങനെ തോന്നി സാർ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുപോലുള്ള ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെയൊക്കെ പോവാണ്. അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻ്റർവെൽ വരുന്നു. ഇൻ്റർവെൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന സീൻസ് കൊണ്ടല്ല, പുള്ളിക്കാരൻ ഇങ്ങനെ ഏതോ ഒരു കോർണറിൽ പോയി നിൽക്കുന്നു. ഇതിൻ്റെ ക്യാമറാമാൻ ഇതിനകത്ത് ക്യാമറ ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ് ഇതിനകത്ത്. അപ്പോൾ ഏതൊരു കോർണറിൽ പോയി ഇങ്ങനെ നിന്നിട്ട് തിരിയുമ്പോൾ പെട്ടെന്ന് ഇൻ്റർവെൽ എന്ന് എഴുതി കാണിക്കും. അപ്പോൾ അതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർവെല്ലും കാര്യങ്ങളും ഉണ്ട്. ഇനി ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഒരാൾ മരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അയാളുടെ ഫ്ലാഷ് ബാക്ക് എന്നും പറഞ്ഞ് അയാളുടെ ക്യാമ്പസിൽ നടക്കുന്ന ഒരു സെലിബ്രേഷൻ സോങ്, പിന്നെ ഇയാളുടെ ലവ് സോങ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ ഇതൊരു കേസ് അന്വേഷണം ആയതുകൊണ്ട് തന്നെ ഒരാളെ കണ്ടുപിടിച്ച് നീയാണ് കൊന്നത്, പിന്നെ ഇവനല്ല എന്ന് മനസ്സിലായിട്ട് വേറൊരാൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗിമ്മിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
ആ സംഭവങ്ങളൊക്കെ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ദയനീയമായിട്ട് തന്നെ പരാജയപ്പെടുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ CBI സിനിമകളിലൊക്കെ ഉള്ള പോലെ തന്നെ എല്ലാവരെയും ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ നിർത്തി നിങ്ങളുടെ കൂട്ടത്തിലാണ് കില്ലർ എന്ന് പറഞ്ഞിട്ട് അവസാനം കില്ലറെയൊക്കെ കണ്ടുപിടിച്ച് അവസാനിക്കുന്ന ഒരു ടിപ്പിക്കൽ പടം. എൻ്റെ ഈ സിനിമ ഒരു കൾട്ട് ലെവലിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ BGM ചെയ്ത ഒരാളാണ്. കാരണം അനൂപ് മേനോൻ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ BGM, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ BGM, പുള്ളിക്കാരൻ വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ BGM ഫുൾ BGM മയമാണ്. അതായത് ഈ CBIനോടുള്ള CBI റിംഗ് ടോൺ ഉണ്ടല്ലോ, റിംഗ് ടോൺ അല്ല അതിൻ്റെ BGM, അപ്പോൾ അതിനോട് സാമ്യമായിട്ടുള്ള ഒരെണ്ണം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ BGM, പുള്ളിയുടെ പേര് ഷിജു സോമൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായി ഈ BGM ഇട്ടിട്ട് ഓവറായിട്ടുണ്ടെന്ന്. പുള്ളി ഇപ്പോൾ അടുത്ത സ്റ്റോക്ക് എടുക്കുകയാണ്. ഈ രണ്ടാമത്തെ സ്റ്റോക്ക് നിറച്ചങ്ങിട്ട് കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലായി രണ്ടാമത്തെ സ്റ്റോക്കും കുറേ ആയല്ലോ. പിന്നെ മൂന്നാമത്തെ ഒരെണ്ണം, ഈ 3 BGM തോലങ്ങും വിലങ്ങും ഇട്ടുണ്ടല്ലോ, ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ തലവേദന എടുക്കാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ പുള്ളിക്കാരൻ പഠിച്ചിരിക്കുകയാണ്. കാരണം ഓരോ ക്യാമറ ആംഗിൾസ്, ലോ ആംഗിൾ ആണെന്നുണ്ടെങ്കിലും ക്ലോസപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ജാമ്പാൻ്റെ കാലത്തെടുക്കുന്ന പടങ്ങളിലൊക്കെ ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഇത് പിന്നെ അനൂപ് മേനോൻ്റെ വെറുപ്പിക്കൽ ആ ഒരു അഭിനയവും കൂടി ആയപ്പോഴേക്കും ഉണ്ടല്ലോ തികഞ്ഞു. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്ന അജു അജയ് എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിയെ ഈ യൂട്യൂബിലെ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, യൂട്യൂബിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിലും കിഡുമായിട്ട് എഡിറ്റ് ചെയ്യും. എൻ്റെ പൊന്ന് ചങ്ങാതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സിനിമ 2 മണിക്കൂറേ ഉള്ളൂ, പക്ഷേ എന്തോരം അനാവശ്യമായിട്ടോ കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കളയാമായിരുന്നു. സിമ്പിളായിട്ട് ഇപ്പം ഇന്നും കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം അമേച്ചറായിട്ടുള്ള ആളുകൾ അവരുടെ സ്കില്ല് കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സിനിമ അവരുടെ ലീഡറായിട്ട് എത്തുന്നത് നമ്മുടെ സംവിധാനമായിട്ടുള്ള രതീഷ് നായരമ്പലമാണ്. അതോടുകൂടി തികഞ്ഞു. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനൂപ് മേനോൻ നല്ല ഓവറായിരുന്നു. പുള്ളിയുടെ ഡയലോഗ് റെൻഡറിങ് ആണെങ്കിലും പുള്ളിയുടെ മാനറിസം ഇതൊക്കെ പുള്ളി ഒരു കൂൾ ആറ്റിറ്റ്യൂഡുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ ഒരു വൈബ് പിടിക്കാൻ നോക്കിയതാണ്. നല്ല അസലായിട്ട് പളിയുണ്ട്. പിന്നെ ബാക്കിയുള്ള നോബിയോടൊക്കെയുള്ള പിഷാരടിയുള്ള എല്ലാ ആക്ടേഴ്സും എല്ലാവരും ഓവർ ആക്ടിങ് ആണ്. ചിലർക്ക് അഭിനയിക്കാൻ അറിയില്ല, ചിലരാണെന്നുണ്ടെങ്കിൽ ഓവർ ആക്ടിങ്ങിൻ്റെ എക്സ്ട്രീം ലെവലിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെ ഒരു മലങ്കൾട്ട് പടം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 കണ്ട മലയാള സിനിമകളിൽ തീരെ സഹിച്ചിരിക്കാൻ പറ്റാത്ത ലെവലിൽ മാജിക് മഷ്റൂം പോലുള്ള ചുരുക്കം പടങ്ങളൊക്കെ ഉള്ളൂ. എല്ലാം ഒരു മീഡിയം റേഞ്ചിലുണ്ടാവും. നമുക്കിങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നിക്കുന്ന അങ്ങനെ ഫീൽ നൽകുന്ന പടങ്ങളൊക്കെ തീരെ കുറവായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പടങ്ങളും ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലായിരുന്നു ഈ തനി നിറം എന്നുള്ള സിനിമ നമുക്ക് തന്ന് ഈ സിനിമയിലുള്ള എല്ലാവരും അവരെ തനിനിറം കാണിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ വാഷ് ഔട്ട് ആയിട്ടുള്ള പടമാണ്. ഈ റിവ്യൂ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയെന്നുള്ളതും, അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാനുള്ള ഓപ്ഷനും ഉണ്ടാവില്ല. ഇനി OTT വരുമോ എന്നും അറിയില്ല. പക്ഷേ ഇതുപോലെ OTT ഒക്കെ വരാൻ തീരെ സാധ്യത കുറവുള്ള ഇതുപോലുള്ള സിനിമകളുണ്ടല്ലോ, ഇതൊക്കെ ഒരു മലങ്കൾട്ട് ലെവലിലൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തിരിക്കാം. പക്ഷേ ഈ സിനിമ മലങ്കൾട്ട് ലെവലിലും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു സത്യം.